ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാക്സ് ചെയ്യാൻ പോവാണ്. എന്റെ കൈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വീടിന്റെ പിന്നെ വാക്സിങ് ഞാൻ മുന്നേ ചെയ്തിട്ടേ ഇല്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. കുറെ വീഡിയോസിലൊക്കെ നോക്കിയിട്ട് ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് നമ്മൾ വാക്സ് ചെയ്യുന്ന സ്ഥലത്ത് ആദ്യം തന്നെ പൗഡറോ അങ്ങനെ എന്തെങ്കിലും തേച്ച് കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ വാക്സ് സ്ട്രിപ്സ് ഇല്ലേ, അത് ഹെയർ ഗ്രോത്ത് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്റേത് ഇപ്പൊ ഇവിടെ ഒരു സൈഡിലേക്ക്, അപ്പൊ ഞാൻ ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് സ്ട്രിപ്സ് വലിക്കുമ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കേട്ടോ വലിക്കേണ്ടത്. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടി. ആ ഡിഫറൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ ഞാൻ എന്റെ കൈ രോമമില്ലാണ്ട് കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു സ്മൂത്ത് ആയ സ്കിന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയി. നമ്മൾ ആ സ്ട്രിപ്സ് ഒട്ടിച്ച് ആ കംപ്ലീറ്റ് സൈഡിൽ ഹെയറും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്ട്രിപ്സ് കൊണ്ട് തന്നെ ഞാൻ 3-4 തവണ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ സ്ട്രിപ്സ് തന്നെ 3-4 തവണ യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ എന്റെ കംപ്ലീറ്റ് 2 കൈ ഫുള്ള് വാക്സ് ചെയ്ത് അതിന് ഞാൻ ടോട്ടല് 4 സ്ട്രിപ്സ് എടുത്തത്. അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഹെയർ അതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്റെ ഇപ്പൊ എന്റെ കൈ കാണുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച അത്ര പെയിൻഫുൾ അല്ല. ഫസ്റ്റ് വലിക്കുമ്പോൾ തന്നെ ഒരു വേദന എന്തായാലും ഫീൽ ചെയ്യും. പിന്നെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓക്കെ ആയിട്ടോ, വലിയ സീനൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു ആഫ്റ്റർ ഷേവിംഗ് വൈബ്സ് കിട്ടീനെ. അത് ഞാൻ ചെയ്ത് 2 കൈയിലും മൊത്തം തേച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞപ്പോ കൈ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയ. ആൻഡ് ഇത് വാക്സ് ചെയ്തിട്ടുള്ള ഫൈനലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.